ഒരു നിമിഷം ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ വിജയങ്ങളും സന്തോഷങ്ങളും കാണുമ്പോൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ നിരാശ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇതൊന്നും ഇല്ലാത്തത് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ രഹസ്യമായി ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ കെണിയിലാണ്. നിങ്ങൾ അവിടെ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ചിത്രമല്ല, വെറും ഹൈലൈറ്റ് റീൽ മാത്രമാണ്. മറ്റുള്ളവരുടെ തിളങ്ങുന്ന ആ നിമിഷങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുമായി താരതമ്യം ചെയ്യുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. ഇതൊന്ന് സങ്കല്പിക്കൂ. ഒരു റോസാപ്പൂവിന് ഒരിക്കലും താമരപ്പൂവാൻ കഴിയില്ല, താമരയ്ക്ക് റോസാപ്പൂവാൻ കഴിയില്ല. രണ്ടും വിരിയുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളാണ്, വ്യത്യസ്ത സമയത്താണ്. പക്ഷെ രണ്ടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ പ്രകൃതി നിങ്ങൾക്ക് നൽകിയ തനിമയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ ബാഹ്യ ലോകത്ത് നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിക്കുക. ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, ഒരൊറ്റ മത്സരമേ ഉള്ളൂ. അത് മറ്റാരോടുമല്ല, നിങ്ങളുടെ സ്വന്തം ഇന്നലകളോട് മാത്രമാണ്. ഇന്നലത്തെ നിങ്ങളെക്കാൾ 1% മികച്ചൊരു വ്യക്തിയാവാൻ ഇന്ന് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി നിങ്ങളുടെ ഊർജം കളയുന്നത് ഇപ്പോൾ തന്നെ നിർത്തുക. ആ ഊർജം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി മാറ്റിവെക്കൂ. മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചാൽ മതി, അത് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ നിമിഷം ഒരു പുതിയ തുടക്കമാവട്ടെ. ആ അനാവശ്യ ചിന്തകളെ നമുക്ക് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. നമ്മൾ നമ്മുടെ വഴിയിലാണ്, നമ്മുടെ കൃത്യമായ സമയത്താണ് വളരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ കഴിവിനെ മാത്രം നോക്കി മുന്നേറാൻ ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോ ചെയ്യൂ. ഈ 365 ദിവസത്തെ യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ മത്സരത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് അത് ഉറപ്പിച്ചു പറയാൻ കമന്റിൽ മീ വേഴ്സസ് മീ എന്ന് ടൈപ്പ് ചെയ്യൂ. നാളെ 10ാം ദിവസത്തെ അതിശക്തമായ രഹസ്യവുമായി ഞാൻ വരാം. നന്ദി.